ഭരണകൂടമേ നിങ്ങളാണ്, നിങ്ങൾ കൊന്നതാണ്. തുരങ്കത്തിൽ പ്രാണന്റെ തുള്ളിയുണ്ടോ എന്ന് ആദ്യപ്പെട്ട മണിക്കൂറിൽ വണ്ടിയിൽ വന്നിറങ്ങിയ നഗരാധിപയുടെ ആദ്യ പ്രതികരണം രക്ഷാപ്രവർത്തനം സജ്ജമാണെന്നല്ല. അതിന് ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. അവസരം മുതലെടുത്ത് അധികാര സ്വരൂപത്തെ പഴിക്കേണ്ടെന്ന മാധ്യമ ക്ലാസ്സാണ്. മേയർ സാറേ, ഔചിത്യം എന്നൊരു വാക്കുണ്ടത് കേട്ടതാണോ? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ആ ജീവൻ നഷ്ടമായ ഉത്തരവാദികൾ നിങ്ങളാണ്, സിസ്റ്റമാണ്. ഇനി മന്ത്രിയും മേയറും പറയും മട്ടിൽ കുറ്റമത്രയും റെയിൽവേക്കാണെങ്കിൽ ആ 200 മീറ്ററിനപ്പുറം ഇപ്പുറം എന്താ അഴുക്കെന്ന് കേൾക്കാത്ത ശുദ്ധജല പ്രവാഹമാണോ? ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു, ഇതിനൊരു അവസാനമില്ലല്ലോ. പക്ഷേ 200 മീറ്ററിന്റെ പേരിൽ 12 കിലോമീറ്റർ നഗരമധ്യത്തിലൂടെ മലമൂത്രങ്ങളുമായി അഴുകിപ്പുഴുത്ത് വർഷങ്ങളായുള്ള ഒഴുക്കിന്റെ സർക്കാർ സംവിധാനം കഴിവുകെട്ടതിന്റെ പാപഭാരം റെയിൽവേയുടെ തലയ്ക്ക് വെക്കല്ലേ രാജേഷേ? കുത്തും ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. വാർത്തകൾ പരമ്പര വന്നിട്ട് മൂടിവെച്ച സ്ലാബുകൾക്കടിയിൽ ഒരു വിളപ്പിൽശാല കാണാതെ പോയെങ്കിൽ റെയിൽവേ അല്ല, നഗരസഭയാണ്, സർക്കാരാണ്. ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യതകൾ.